Hello everyone. So hope you are all doing well. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലേണിംഗ് തിയറിയിൽ തന്നെ ഗാഗ്നയുടെ ഹൈറാർക്കി തിയറി ഓഫ് ലേണിംഗ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. സോ ഗാഗ്നയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു അമേരിക്കൻ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ആണ് ആൻഡ് വെൽ നോൺ ഫോർ ഹിസ് ബുക്ക് കണ്ടീഷൻസ് ഓഫ് ലേണിംഗ്. അദ്ദേഹം ആ ബുക്കിൽ നമ്മുടെ ലേണിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, അതായത് ഓരോ ലേണിംഗ് ഒബ്ജക്റ്റീവ്സും എങ്ങനെ ഒരു ഏജ് ഗ്രൂപ്പിനനുസരിച്ച് കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ലേണർ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഗാഗനെ ലേണിങ്ങിനെ ഡിഫൈൻ ചെയ്തത് തന്നെ ആസ് എ ചേഞ്ച് ഇൻ ഹ്യൂമൻ ഡിസ്പോസിഷൻ ഓർ കപ്പാസിറ്റി എന്നതാണ്. അതായത് ഓരോ വ്യക്തികളിലും അവരുടേതായ കപ്പാസിറ്റികളിൽ വരുന്ന മാറ്റം, that it can be the manual capacity or the intellectual capacity or the mental capacity. സോ ഏത് കപ്പാസിറ്റിയിലും ഓരോരുത്തർക്കും ഉണ്ടാകുന്ന മാറ്റത്തെ അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്തിനെയാണ്, ഡിസ്പൊസിഷനെയാണ് ഇവിടെ ലേണിംഗ് എന്നുകൊണ്ട് അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ഹിം, ഗാഗനെ ഈ ലേണിംഗ് പ്രോസസ്സിനെ 8 ഹൈറാർക്കിക്കൽ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബിഗിനിങ് ഫ്രം എ സിമ്പിൾ ഫോം ടു എ കോംപ്ലക്സ് ഫോം. അങ്ങനെയാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹി ടെൻസ് ടു മീൻ ദാറ്റ് ഈ ലേണിംഗ് എല്ലാം കണക്റ്റഡ് ആണെന്നുള്ളതാണ്. അതായത് ഒരു പുതിയ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയ കപ്പാസിറ്റി പഠിക്കുന്നത് ഒരു മുന്നേ നമ്മുടെ മൈൻഡിലുള്ള വേറൊരു കപ്പാസിറ്റി, ഒരു സബോർഡിനേറ്റ് കപ്പാസിറ്റീനെ കണക്റ്റഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്നതാണ്. ഇനി ഈ ഒരു ഹൈറാർക്കി ലെവൽ എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ കാണാം. താഴെ നിന്നാണ് മുകളിലോട്ട് പോകുന്നത് കേട്ടോ ഹൈറാർക്കി ലെവൽ. സോ ദ ഫസ്റ്റ് വൺ ഈസ് ദ സിഗ്നൽ ലേണിംഗ്, സെക്കൻഡ് വൺ ദ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, തേർഡ് വൺ ചെയിൻ ലേണിംഗ്, ഫോർത്ത് വൺ വെർബൽ അസോസിയേഷൻ ലേണിംഗ്, ഫിഫ്ത്ത് വൺ ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, സിക്സ്ത് വൺ കോൺസെപ്റ്റ് ലേണിംഗ്, സെവൻത്ത് വൺ പ്രിൻസിപ്പൽ ലേണിംഗ് ആൻഡ് ദ എയ്ത്ത് വൺ പ്രോബ്ലം സോൾവിംഗ് ലേണിംഗ്. സോ ഇത് ഓർത്തു വെക്കാനൊരു കോഡുണ്ട്. സതി സതി ചാടി വാ ദൂരെ കൊമ്പിൽ പോയി പിടി. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഓർഡർ തെറ്റാതെ അത് പഠിക്കാൻ പറ്റും. സതി സതി ചാടി വാ ദൂരെ കൊമ്പിൽ പോയി പിടി. സോ നമുക്കിനി ഹൈറാർക്കി ലെവലിൽ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ദ സിഗ്നൽ ലേണിംഗ്. സിഗ്നൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? The individual learn to make a diffused response to a signal or stimulus. ഒരു പ്രത്യേക സ്റ്റിമുലസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സിഗ്നൽ കിട്ടുമ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു? അതിനുള്ള റെസ്പോൺസ് കറസ്പോണ്ടിങ് ആയിട്ട് നൽകുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ കുട്ടികൾക്ക് ബോൾ എടുത്തിട്ട് ആ ബോൾ കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കളിപ്പിക്കുമ്പോൾ ഫൈനലി ആ കുട്ടി എന്ത് ചെയ്യുന്നു? അത് ബോളാണെന്ന് മനസ്സിലാക്കിയിട്ട് ബോൾ പോയി എടുക്കുമ്പോൾ ആ കുട്ടിക്ക് ഹാപ്പിനെസ് കാണിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മൾ നോക്കി ചിരിക്കും അല്ലേ? അതൊക്കെയാണ് ഇവിടെ ഒരു സിഗ്നൽ ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വേറൊരു എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. അതായത് എന്താണ്? നമ്മൾ അമ്മനെ കാണുമ്പോൾ ചിരിക്കുന്നു. എത്ര കരയുന്ന കുട്ടികളാണെങ്കിലും സ്വന്തം അമ്മ എടുത്താൽ ചിരിക്കാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ കരച്ചിൽ മാറ്റാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്? ഈ ഒരു സിഗ്നൽ ലേണിങ്ങിൻ്റെ എക്സാമ്പിളാണ്. ഇത് സിഗ്നൽ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. അതൊന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. സിഗ്നൽ ലേണിംഗ് ഇസ് എ കണ്ടീഷൻ ഓഫ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ എല്ലായിടത്തിനും ഞാൻ മാത്സ് റിലേറ്റഡ് ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് ആ ഹൈറാർക്കി ലെവൽ കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നൗ നെക്സ്റ്റ് വൺ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, that is stimulus response learning. Stimulus response learning is the connection between a stimulus and a response. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റിമുലസിനായിട്ട് നമ്മൾ ഉണ്ടാകുന്ന ഒരു കണക്ഷനാണ്. അതിനുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള വരുന്ന റെസ്പോൺസിനാണ് ഇവിടെ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ബോൾ കാണുമ്പോൾ സിഗ്നൽ ലേണിങ്ങിൽ എന്താണ്ടായത്? നമ്മൾ സ്മൈൽ ചെയ്തിരുന്നു അല്ലേ? ഇവിടെ ഇനി ആ ബോൾ കാണുമ്പോൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യാൻ നോക്കുകയാണ്. ബോൾ എന്ന് പറഞ്ഞിട്ട് ബോൾ പ്രൊനൗൺസ് ചെയ്യുന്നു, ആ ബോളിന് പോയി എടുക്കുന്നു. അല്ലെങ്കിൽ ആ ബോളിൽ കാണുമ്പോൾ നമ്മൾ എന്താ പറയുക, അതിനോട് എടുക്കാനുള്ള അപ്രോച്ച്മെൻറ്റ് കാണിക്കുന്നു. ബോൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് ബോൾ പോയി എടുത്തിട്ട് വരുന്നു. സോ ഇവിടെ മസിൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മസ്കുലർ മൂവ്മെൻറ്റാണ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് റെസ്പോൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ ചെയിൻ ലേണിംഗ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഫോം ഓഫ് ലേണിംഗ്
in which the individual develops the ability to connect two or more previously learned stimulus response into a linked sequence. അപ്പോൾ ഇവിടെ മുന്നേ നമുക്കുള്ള ഒന്നിൽ കൂടുതലോ ഉള്ള റെസ്പോൺസുകൾ അല്ലെങ്കിൽ സ്റ്റിമുലസ് റെസ്പോൺസുകളെ ക്ലബ് ചെയ്തുകൊണ്ട് ഒരു പുതിയ കാര്യം ലേൺ ചെയ്യണം. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ബോൾ ആദ്യം കാണുമ്പോൾ നമ്മൾ സ്മൈൽ ചെയ്തു, പിന്നെ അത് ബോൾ എന്ന് പ്രൊനൗൺസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. The next one is chain learning. It is the more advanced form of learning in which the individual develops the ability to connect two or more previously learned stimulus responses into a linked sequence. ഓക്കെ, അപ്പോൾ ഇവിടെ മുന്നേ നമുക്കറിയുന്ന സ്റ്റിമുലസ് റെസ്പോൺസുകൾ, 2 or more സ്റ്റിമുലസ് റെസ്പോൺസുകൾ കണക്ട് ചെയ്തിട്ട് ഒരു പുതിയ ലേണിംഗ് ആണ് കുട്ടിക്ക് അവിടെ കിട്ടുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ബോൾ കണ്ടു, അതിനെ ബോൾ എന്ന് പ്രൊനൗൺസ് ചെയ്യാൻ പഠിച്ചു, പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സ്കില്ലാണ് ബോളായിട്ട് കളിക്കുക എന്നുള്ളത് അല്ലേ. സോ അവിടെ കളിക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ബോൾ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ഉണ്ടാവുന്നു, അതിനോടുള്ള റെസ്പോൺസ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തേതാണ് നമ്മൾ മസ്കുലർ മൂവ്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ആദ്യം മസ്കുലർ മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് പോയി ഓടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കുട്ടികളാകുമ്പോൾ നടന്നിട്ട് പിടിച്ചു നിൽക്കുന്നു, പിന്നെ നടക്കുന്നു, പിന്നെ ഓടുന്നു. ആ ഓടിയിട്ടാണ് ഇപ്പോൾ ഫുട്ബോൾ കളിക്കാന്നുണ്ടെങ്കിൽ ഓടാൻ അറിഞ്ഞാൽ കുട്ടിക്കാണ് ഫുട്ബോൾ കളിക്കാൻ പറ്റുള്ളൂ അല്ലേ. സോ അവിടെ നമ്മൾ പ്രീവിയസ്ലി ലേൺഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് റെസ്പോൺസുകൾ, ഒരു പുതിയ കളി എന്നുള്ള ആ ഒരു പുതിയ നോളേജ്, ഫുട്ബോൾ കളിക്കുക എന്നുള്ള ആ ഒരു പുതിയ നോളേജിലേക്ക് എന്ത് ചെയ്യുന്നു, കുട്ടി അത് ഡെവലപ്പ് ചെയ്തിട്ട് കളിക്കുന്നു. ഓക്കെ, അതാണ് ആ ഒരു ചെയിൻ ലേണിംഗ് എന്ന് പറയുന്നത്. 2 or more സ്റ്റിമുലസ് റെസ്പോൺസുകളെ ക്ലബ് ചേഞ്ച് ചെയ്തിട്ട് ഒരു ന്യൂ ലേണിങ്ങിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, ക്ലിയർ. സോ ദ നെക്സ്റ്റ് വൺ ഈസ് വെർബൽ അസോസിയേഷൻ. വെർബൽ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സബ് വേരിയൻറ്റ് ഓഫ് ചെയിൻ ലേണിംഗ് ദാറ്റ് ഒക്കർ വെൻ the stimulus and response in chain learning consist of words. സോ ഇവിടുത്തെ ചെയിൻ ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെയാണ് വരുന്നത്? ഡിഫറെൻറ്റ് വേർഡ്സുകളെ നമ്മൾ ക്ലബ് ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് ആയിട്ട് പറയുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ റെഡ് എന്ന് പറയുന്ന സിംഗിൾ വേർഡ്, ബോൾ എന്ന് പറയുന്നത് ഒരു വേർഡ്, പിന്നെ സ്മോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേർഡ്സുകളെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ആ കുട്ടി എന്ത് ചെയ്യുന്നു, ഒരു സെൻറ്റൻസ് ഫോർമേഷൻ വരുന്നു. ദിസ് ഈസ് എ റെഡ് ബോൾ, ദിസ് ഈസ് വെരി സ്മോൾ. അങ്ങനെ സെൻറ്റൻസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്, വെർബൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ തന്നെയാണ് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ലൈക്ക് ഹിന്ദി, മലയാളം, അറബിക്, അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതും ഈ വെർബൽ അസോസിയേഷൻ സ്റ്റേജിലാണ്. നെക്സ്റ്റ് കംസ് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്. സോ ഇവിടെ ലേണറിന് ഡെവലപ്പ് ചെയ്യുന്ന എബിലിറ്റി എന്ന് പറയുന്നത് 2 ഡിഫറെൻറ്റ് സ്റ്റിമുലസുകളെ അല്ലെങ്കിൽ സിറ്റുവേഷനുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനും പറ്റുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ബോളിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് അല്ലേ, ടെന്നീസ് ബോൾ, ബാസ്കറ്റ് ബോൾ, ഫുട്ബോൾ. അങ്ങനെ ആ ബോളുകൾ തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യാനും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനും ലേണറിന് ഈ ഒരു ടൈം പീരീഡിൽ സാധിക്കും. നെക്സ്റ്റ് ഇൻ ദ 6th ലെവൽ വി ഹാവ് കോൺസെപ്റ്റ് ലേണിംഗ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഹൈറാർക്കി ലെവൽ ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഹാർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ പറയണതെന്ന് വെച്ചാൽ ദ ലേണർ എക്വയർസ് എ കപ്പാസിറ്റി ടു റെസ്പോണ്ട് ടു സ്റ്റിമുലി ദാറ്റ് എ ക്ലാസ് ഓഫ് ഒബ്ജക്റ്റ് ഷെയർ ഇൻ കോമൺ. അപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ അറിയണ ഒരു സ്റ്റിമുലസിൻ്റെ മോർ കോമൺ ആയിട്ട് വരുന്ന കൺസെപ്റ്റുകളാണ് ഇവിടെ പഠിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബോളുകൾ നമ്മൾ പല ടൈപ്പ് പറഞ്ഞു അല്ലേ, ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ബോളുകൾ, ഫുട്ബോൾ, ക്രിക്കറ്റ് ബോൾ, ബാസ്കറ്റ് ബോൾ. ആ ബോളുകളിലൊക്കെ എല്ലാം ഉള്ള കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, അതാണ് ഇവിടെ കൺസെപ്റ്റായിട്ട് പഠിക്കുന്നത്. ദാറ്റ് ഈസ് ഈ ബോൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു സർക്കുലറിൻ്റെ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റാണ്. അവർക്ക് റേഡിയസ് ഉണ്ട്, ഏരിയ ഉണ്ട്, പെരിമീറ്റർ ഉണ്ട്, വോളിയം ഉണ്ട്. അങ്ങനത്തെ നോളേജ് ബേസിൽ ഒരു കോമൺ ഫീച്ചർ പഠിക്കുന്ന അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ടൈമാണ് കൺസെപ്റ്റ് ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കംസ് ദ പ്രിൻസിപ്പൽ ലേണിംഗ്. ഇവിടെ കുറച്ചുകൂടി കോംപ്ലക്സിറ്റി കൂടുകയാണ് നേരത്തെ തന്നെ കാട്ടിയും. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ, ദ ലേണർ ഇൻക്ലൂഡ്സ് the acquiring of knowledge and understanding of the relationship between the concepts. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ നമ്മൾ മുന്നേ പഠിച്ച ആ കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിന് ആ നോളേജ് അല്ലെങ്കിൽ ആ കൺസെപ്റ്റിനെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് അത് കൊണ്ടുവരികയാണ്. വൈ ഇറ്റ് സോ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസറിങ് ആണ് ഇവിടെ പ്രിൻസിപ്പൽ ലേണിങ്ങിൽ കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് സർക്കിളിനെ പറ്റി പഠിച്ചു, അവരുടെ ഏരിയ, അവർക്കൊരു വോളിയം, ഒരു പെരിമീറ്റർ ഉണ്ടെന്നൊക്കെ പഠിച്ചു. ഇനി നമ്മൾ ഇവിടെ പ്രിൻസിപ്പൽ ലേണിംഗ് പഠിക്കുകയാണ്. പെരിമീറ്റർ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 2πr ആണ്. ആൻഡ് വി ഓൾസോ നോ ദ ഡയമീറ്റർ ഈസ് ഡബിൾ ദ റേഡിയസ് ഓർ റേഡിയസ് ഈസ് ഹാഫ് ദ ഡയമീറ്റർ. അപ്പോൾ ആ കൺസെപ്റ്റുകളെ പ്രിൻസിപ്പളായിട്ട് പഠിക്കുന്ന സമയമാണ് പ്രിൻസിപ്പൽ ലേണിംഗ്.
നെക്സ്റ്റ് ദ ലാസ്റ്റ് വൺ, അതായത് നമ്മളുടെ ഹൈറാർക്കി ലെവലിലെ ഏറ്റവും ടോപ്പ് വൺ, ദറ്റ് ഈസ് ദ കോംപ്ലക്സ് പാർട്ട് അല്ലെങ്കിൽ കോംപ്ലക്സ് ഫോം, ദാറ്റ് ഈസ് ദ പ്രോബ്ലം സോൾവിങ് ലേണിംഗ്. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് സ്റ്റേജ് ഇൻ ദ ഹൈറാർക്കി ഓഫ് ലേണിംഗ് പ്രോസസ് ഇൻ വിച്ച് ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഹാവ് ഓൾറെഡി ലേൺഡ് ഇൻ ഓർഡർ ടു അച്ചീവ് സം ഗോൾ. അപ്പോൾ അതായത് നമ്മൾ ഇവിടെ വരെ ഇത്രയും പഠിച്ച കൺസെപ്റ്റുകളായിക്കോട്ടെ, പ്രിൻസിപ്പിൾ ആയിക്കോട്ടെ, അതെല്ലാം എന്താണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് മാറിക്കൊണ്ടിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മളത് അപ്ലൈ ചെയ്യേണ്ട സമയമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ മാത്സിൽ സർക്കിൾസിനെ കുറിച്ച് പഠിച്ചു അല്ലേ? അപ്പോൾ അതിൽ ഈ പെരിമീറ്റർ 2πr ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷൻഷിപ്പ് ഓഫ് ഡയാമീറ്റർ ആൻഡ് റേഡിയസ്, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ, ഒരു വേർഡ് പ്രോബ്ലം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിയറം ആയിക്കോട്ടെ, അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കൺസെപ്റ്റ്സ്, ആ തിയറംസ്, പ്രിൻസിപ്പിൾസൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴാണ് അതെന്ത് ചെയ്യുന്നത്? ഒരു പ്രോബ്ലം സോൾവിങ് ലേണിംഗ് ആവുന്നത്. ആ കുട്ടി എന്ത് ചെയ്യുന്നു? ഒറ്റയ്ക്ക് ആ ഒരു പ്രോബ്ലത്തെ, ആ ഒരു സിറ്റുവേഷനെ സോൾവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ മോസ്റ്റ് കോംപ്ലക്സ് ഫോം ഇൻ ദ ഹൈറാർക്കി ലെവൽ. ഓക്കെ, സോ ഇത്രയും പറഞ്ഞ എല്ലാ ഹൈറാർക്കി ലെവലുകളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കോഡ് മറക്കണ്ട, സതി സതി ചാടിവ ദൂരെ കൊമ്പിൽ പോയി പിടി. സോ സിഗ്നൽ ലേണിംഗ്, അതായത് നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. സ്റ്റിമുലസ് റെസ്പോണ്ട് ലേണിംഗ് നമ്മുടെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. പിന്നെ ഏറ്റവും കോംപ്ലക്സ്ഡ് ഫോമായിട്ടുള്ളതാണ് പ്രോബ്ലം സോൾവിങ് ലേണിംഗ്. പിന്നെ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ലെവൽ ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ ഹൈറാർക്കിയിൽ വരുന്നത് മൂന്നാമത്തതാണെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ചെയിൻ ലേണിംഗ്. ഈ ഭാഗത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ, ഒന്ന് ഈ ഹൈറാർക്കി തിയറി ഓഫ് ലേണിംഗ് ആര് പ്രപ്പോസ് ചെയ്തതാണെന്നുള്ളതാണ്. പിന്നെ ഓരോ സ്റ്റേജിൻ്റെ തിയറികളുടെ പേരുകൾ പഠിക്കുക, അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടുന്നതും കുറയുന്നതും എവിടെയെന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഗാഗനയുടെ കോംപ്ലക്സ് ലെവൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പ്രിൻസിപ്പൽ ലേണിംഗ് ഏത് ഹൈറാർക്കിയിൽ വരുന്നതാണെന്ന് ചോദിക്കാറുണ്ട്. ചെയിൻ ലേണിംഗ് ഏത് ഹൈറാർക്കി ലെവലിലോ വരുന്നതാണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഗാഗനയുടെ ഹൈറാർക്കി തിയറി എന്തിനെ ബേസിസിലാണ് പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ഗാഗനയുടെ ഹൈറാർക്കി തിയറിയിൽ പെടാത്തത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഈ ഗാഗനയുടെ ഹൈറാർക്കി തിയറികളും അതിൽ ഓരോ ലെവലിലുള്ള അതിൻ്റെ പേരുകളും അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. വളരെ സിമ്പിളായൊരു ടോപ്പിക്കാണ്, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. സോ ഓൾ ദി വെരി ബെസ്റ്റ്, ഡു യുവർ ബെസ്റ്റ് in this cadet examination. Thank you. Have a nice day.